പേർ അവിടേക്ക് എത്തുന്നുണ്ട്. വി എസിൻ്റെ പ്രിയപ്പെട്ടവർ, വി എസിൻ്റെ ആലപ്പുഴയിൽ നിന്നുള്ളവർ, മലമ്പുഴയിൽ നിന്നുള്ളവർ. കാരണം ആലപ്പുഴയിൽ കാത്തു നിന്നാൽ വി എസിനെ കാണുക അത്ര എളുപ്പമല്ലെന്നറിയാം. ആലപ്പുഴയിലേക്കായിരിക്കും ഇനി ആളുകൾ ഒഴുകിയെത്തുക. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നുണ്ട്. ശരണ്യ, ആലപ്പുഴ എന്ന് പറയുന്നത് വി എസിൻ്റെ മണ്ണാണ്. വി എസിനെ വി എസ് ആക്കിയ മണ്ണാണ്. വി എസ് ആണ് ആലപ്പുഴയിലെ പാർട്ടിയെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയതും വി എസ് ആണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ കാത്തിരിക്കുകയാണ് അവരുടെ ആ വിപ്ലവ സൂര്യനെ. എങ്ങനെയൊക്കെയാണ് ആലപ്പുഴയിലെ ഒരുക്കങ്ങൾ? എന്തൊക്കെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ശ്രീജ, തീർച്ചയായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒന്നാണ് വി എസ് അച്യുതാനന്ദൻ എന്നുള്ളത്. പ്രത്യേകിച്ച് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൻ്റെ അത്രമേൽ ചുവപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ്. ഇവിടെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന അനിശ്ചിതനായ നേതാവിനെ നാളെ ചിതയൊരുങ്ങുക. നമുക്ക് ഈ രക്തസാക്ഷി മണ്ഡപം കാണുമ്പോൾ തന്നെ അറിയാം, ടി വി പുന്നൂസും പി കൃഷ്ണപിള്ളയും ആർ സുഗതനും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അന്തിയുറങ്ങുന്ന ഇടമാണ് ഇത്. വളരെയധികം വലിയ സമര ചരിത്രമുള്ള മണ്ണാണ് ഇത്. നമുക്കറിയാം, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ദിവാൻ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി CPയുടെ ചോറ്റുപട്ടാളത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലെ രക്തസാക്ഷികളുടെ മണ്ണാണ്. ആ രക്തതാരകങ്ങൾക്കിടയിലേക്കാണ് നാളെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ആലപ്പുഴയെ നെഞ്ചോട് ചേർത്ത് ചുവപ്പിച്ച വി എസ് അച്യുതാനന്ദൻ എത്തുക. സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഇവിടെയാണ് നടക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇവിടേക്ക് വി എസിനെ എത്തിക്കുക. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് അടക്കം ഇന്നലെ AKG സെന്ററിലേക്ക് അണമുറിയാതെ ഒഴുകിയെത്തിയ ജനപ്രവാഹം അത് സമയക്രമങ്ങളെയൊക്കെ തെറ്റിക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലും അത്തരത്തിൽ വടക്കൻ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും എത്താൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. നമ്മൾ കാണുന്നത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കൊടിമരങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചുവന്ന കൊടി താഴ്ത്തി അതിനു മുന്നിൽ ദുഃഖസൂചകമായി കറുത്ത കൊടി ഉയർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലിയ ഓർമ്മകളുള്ള ഒരു ഇടമാണിത്. പുന്നപ്രയിൽ നടന്ന വെടിവെയ്പ്പിനെ തുടർന്ന് ജീവക്ഷമമായ ആളുകളെയും ഒപ്പം തന്നെ മരണപ്പെട്ട ആളുകളെയും ഒക്കെ ജീവനോടെ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഇടമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയുടെ സമന്വിതരായ നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് ജീവരക്തം നൽകിയ വയലാറിലെയും പുന്നപ്രയിലെയും ഒക്കെ സമരഭൂമിയിലുള്ള സൈമണാശാൻ അടക്കമുള്ള TV പുന്നൂസ് അടക്കമുള്ള PT പുന്നൂസ് അടക്കമുള്ള നേതാക്കന്മാരുടെ അന്തി ഉറങ്ങുന്ന ഇടമാണ്. അവരുടെ ഓർമ്മകൾ ഇരമ്പുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ വയലാറിലെ പുന്നപ്രയിലെ ഈ സമരഭൂമിക എന്നുള്ളത്. ഇവിടെയാണ് വി എസ് അച്യുതാനന്ദനും എത്താൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ, അതായത് ശ്രീജ, ഏറ്റവും ഒടുവിൽ വി എസ് പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്നത് പുന്നപ്രയിൽ നടന്ന പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ട അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് 2019 വി എസ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. പിറ്റേ ദിവസമായിരുന്നു വി എസിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത്. അതുവരെ ഇവിടെ നിന്നും പുറപ്പെടുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വയലാർ അനുസ്മരണ പരിപാടികളിൽ പുന്നപ്രയിലെയും വയലാറിലെയും സമര നേതാക്കന്മാരുടെ അന്ന് സമരം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു വി എസ് എന്നുള്ളതാണ്. പാർട്ടിയുടെ നിർദ്ദേശാനുസരണം ഇവിടെ നിന്ന് തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ച് പുന്നപ്ര അടക്കമുള്ള മേഖലകളിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അത്തരത്തിൽ വാരിക്കുന്തവുമായി CPയുടെ ചോറ്റുപട്ടാളത്തെ നേരിടാൻ ധൈര്യം പകർന്ന, ആത്മവിശ്വാസം പകർന്ന അവർക്കൊപ്പം നിന്ന നേതാവാണ്. അപ്പോൾ CPM പാർട്ടിയുടെ നിർദ്ദേശാനുസരണമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് വി എസിനെ പോലത്തെ ഒരു നേതാവ് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോകുന്നു. ഇവിടെ നടന്ന അന്ന് തുലാം 7 നടന്ന വെടിവെയ്പ്പിന്റെ ആ ഘട്ടത്തിൽ പോലും വി എസ് അന്ന് രാത്രി ഇവിടെ എത്തുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും പാർട്ടി നിർദ്ദേശാനുസരണം പോവുകയും
പൂഞ്ഞാറിൽ വെച്ച് പിടിക്കപ്പെടുകയും അദ്ദേഹത്തെ അതിക്രൂരമായി വയണിച്ച് കുത്തിയിറക്കിയ പാട് ഇപ്പോഴും ആ കാലിലുണ്ട് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന ഘട്ടത്തിൽ എനിക്ക് VSന്റെ സഹോദരി ആഴിക്കുട്ടിയെ കാണാൻ കഴിഞ്ഞിരുന്നു. അന്ന് അവർ കണ്ണീരോടെ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തെടുക്കുകയാണ്. അതായത് അവിടെ പൂഞ്ഞാറിൽ നിന്നും അതീവ മർദ്ദനമേറ്റ് വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അന്നൊരു കള്ളൻ കോലപ്പന്റെ നേതൃത്വത്തിൽ കള്ളൻ കോലപ്പന്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരണി, ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുന്നു. ആലപ്പുഴ എത്തുന്നവരെയുള്ള ക്രമീകരണങ്ങളും കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ, ട്രിവാൻഡ്രം ജില്ലയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ അതെ, അതിപ്പോൾ ഇന്നലെ ഇപ്പോൾ ആലപ്പുഴയിൽ അഭൂതപൂർവമായ ജനസംഖ്യ ഇന്നലെ തന്നെ ഉണ്ട്. അത് ഇച്ചിരി പാടാ, എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലത് കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കടപ്പുറത്തോട്ട് ഇത് മാറ്റിയതല്ല. കാരണം അത്രമാത്രം ജനസംഖ്യ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കുകയാണത് പിന്നെ പോലീസ് മൈതാനിയിലേക്ക് എല്ലാവരും എത്തുന്നതായിരിക്കും നല്ലത്. കാരണം വീട്ടിലും പാർട്ടി ഓഫീസിലും വേണ്ടത്ര സൗകര്യങ്ങൾ സ്ഥലവും ഇല്ല. അപ്പോൾ അത്രയും തിരക്ക് അവിടെ ഉണ്ടാകാതിരിക്കാൻ 11 മണി മുതൽ പോലീസ് മൈതാനിയിലെ കടപ്പുറത്തേക്ക് എല്ലാവരും എത്തി ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണത്. വീട്ടിലും പാർട്ടി ഓഫീസിലും അത്യാവശ്യം വീട്ടുകാർക്കും പാർട്ടി പ്രവർത്തകരായ ആളുകൾക്കും മാത്രമായി ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ബാക്കി എല്ലാവരും കടപ്പുറത്തേക്ക് വരികയും ചെയ്യണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. ശ്രീജ, തീർച്ചയായും ഇപ്പോൾ സജി ചെറിയൻ പറഞ്ഞതുപോലെ തന്നെ അനിയന്ത്രീയമായിട്ടുള്ള ഒരു തിരക്കനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. കൂടുതൽ പ്രവർത്തകർ, ഒപ്പം തന്നെ നാനാകോണിൽ നിന്നുള്ള VSനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടും. റോഡിന് ഇരുവശങ്ങളിലുമൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും പുറത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ജനമായി പാലിച്ചു മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ എങ്കിൽ മാത്രമേ സുഗമമായി മറ്റ് നടപടികൾ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന് 9 മണിയോടുകൂടി ഇവിടുന്ന് ഈ സുവർസിയിൽ നിന്ന് മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. അത്തരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ സമയം ക്രമീകരിച്ചതുപോലെ തന്നെ നടക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സജി ചെറിയാൻ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് ഉണ്ടാകുന്നു. ഈ വീട്ടിലേക്കും പൊതുദർശനം 9 മണിക്ക് ശേഷം ദർബാർ ഹാളിൽ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ കേരളത്തിന്റെ അങ്ങ് വടക്കേ അറ്റം മുതലുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അത്രത്തോളം വൈകാരിക നിമിഷങ്ങളാണ്. ഒരു നോക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ആ ദൃഢനിശ്ചയത്തോടു കൂടി പലരും രാത്രിയിൽ തന്നെ ഈ വിവരം ഇന്നലെ വൈകിട്ട് അറിഞ്ഞ മുതൽ തന്നെ അപ്പോൾ തന്നെ വാഹനവും ഒക്കെ കിട്ടിയ വാഹനം എടുത്ത് തിരുവനന്തപുരത്തേക്ക് വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളിലൂടെ തന്നെ നമുക്ക് എത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇവർ പറയുന്ന പോലെ തന്നെ ഈ തൊണ്ട പൊട്ടുമുച്ച അത്രത്തോളം ഉറക്കെ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ അത് എത്രത്തോളം തങ്ങളുടെ പ്രിയ നേതാവിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് കണ്ണേ കരളെ VSA എന്ന ആ വിളി എന്ന് സാധാരണ CPM പ്രവർത്തകർ വിളിച്ചത് കണ്ണും കരളുമായി മാറിയ പ്രിയ നേതാവിനോടുള്ള എല്ലാ സ്നേഹവും ഒപ്പം തന്നെ ബഹുമാനവും ഉൾക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച അവരുടെ സഖാവായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിനോടൊപ്പം അപ്പുറം ഉള്ള ഒരു പ്രിയ നേതാവിൻ്റെ വിടവാങ്ങൽ അത് അത്രത്തോളം ദുഃഖകരമാക്കുന്ന, അത്രത്തോളം നൊമ്പര